അത് പോറാൻ നിനക്ക് ആൾക്കാരൊന്നും പരിചയമില്ല. നോക്കാം. ബാക്ക് ടു ഹോം. ഹലോ ഗൈസ്, കുറേ നാൾക്ക് ശേഷം ഇത്രയും നേരത്തെ എണീക്കുന്നത്. ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. വാ, നമുക്ക് ചായം കുടിച്ച് പോവാം. മക്കൊക്കെ വയ്യെ പറയാം. നേരം വെളുക്കുന്നതിന് മുന്നേ ഞാൻ തിരക്കും മഴയും. 2-3 ബാഗിലായിരുന്നു നാട്ടിലേക്ക് പോകുന്ന ഈ ചേച്ചീൻ്റെ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട്. ഞാനൊരു നന്മവരായതുകൊണ്ട് ചേച്ചിക്ക് ബാഗിലെടുത്ത് സഹായിച്ചുകൊണ്ട് ചേച്ചി 2 മുട്ടായാലും തന്നു. താങ്ക് യു ചേച്ചി. ആ ചേച്ചി പോഷിച്ചാണ് ഈ ചേച്ചി, ചുവപ്പ് ഡ്രസ് ചേച്ചി. മംഗലപുരത്തെ വിളിക്കണമെന്നാണ് ഡോർ ഇറങ്ങി കിടന്ന്. പിന്നെ ഞാനും ഉറങ്ങി. പിന്നെ കാടും മഴയെല്ലാം താണ്ടി ട്രെയിൻ സ്ഥലത്തെത്തിന് ഇവർ ഉറക്കുക തന്നെ. അവസാനം നമ്മൾ എത്തി മംഗളൂർ ജംഗ്ഷൻ. അവിടെ നിന്ന് പിന്നെ ഏജൻറ്റിൻ്റെ കാറിൽ നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക്. നേരവും മഴ തന്നെ. അതിൽ ട്രെയിനിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ പറയാൻ എന്നോട് ഫ്ലാഷ് ഓൺ ആയിപ്പോയി. അതുപോലെ ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് ഇനി അടിവാങ്ങാൻ കഴിയില്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു വീഡിയോ എടുത്തില്ല. വെറുതെ എന്തേ ഓരോ സോയിറ്റ ജീവിതം തകർക്കുന്ന 3-4 കൊല്ലം ഇനി ഇവിടെ ആയിരിക്കും. എന്താവോ എന്തോ. കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു PG കിട്ടി. PG കണ്ടേ പെട്ടെന്ന് എല്ലാവർക്കും മാറി നിൽക്കണം എന്ന് ആലോചിക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ പ്രശ്നമില്ല, ആദ്യമല്ല എല്ലാം ഇങ്ങനെ തന്നെയല്ലേ. പിന്നെ അങ്ങ് റെഡിയാവും. വേഗം ഭക്ഷണം കഴിച്ച് നാട്ടിലേക്ക് തന്നെ വിട്ട്. ഇനിയും വേണ്ട നാട്ടിലേക്ക് ബാക്ക് ടു ഹോം. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തി. ഇനി വീട്ടിലേക്ക് പോകും. ഇനി പെട്ടും ബീഫൊക്കെ കഴിക്കാൻ നാട്ടിൽ തന്നെ വരണ്ടല്ലോ. സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഇപ്പൊ സംഭവം അത് പോറാൻ നിനക്ക് അറിയാം, ഇന്ന് എടുത്ത വീഡിയോ ഒക്കെ. പക്ഷേ തുടങ്ങിയല്ല അതിൻ്റെതായിരിക്കും. എന്റെ ഫോണിൽ ഒന്നും ക്ലാരിറ്റി ഇല്ല. ഇപ്പോ പുതിയ ഇത് തുടങ്ങുന്നല്ലേ, ഇപ്പൊ എന്താവും അറിയില്ല. എന്റെ ഭാഷ കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയെല്ലാം ചെയ്യാം. ഓക്കെ.